ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചാളായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ്. അതായത് പരീക്ഷണാർത്ഥം ഞാനൊരു മെഷീൻ നോക്കിയതാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തോല് പൊളിക്കുന്ന ഒരു മെഷീൻ. നമുക്കറിയാം, അടുക്കളയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഈ വെളുത്തുള്ളിയുടെ തോല് പൊളിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെഷീൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ മെഷീൻ സക്സസ് ആണ്. നമുക്ക് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ മെഷീൻ, വെളുത്തുള്ളിയുടെ തോല് പൊളിക്കുന്ന മെഷീൻ. ഈ മെഷീൻ്റെ വർക്കിംഗ് സിമ്പിളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മോട്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്രാങ്ക് സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രാങ്ക് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലീനിയർ മോഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലീനിയർ മോഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി നിറച്ചിട്ട് ആ ടിന്ന് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ ആ ടിന്ന് ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. വെളുത്തുള്ളി രണ്ട് സൈഡും, അതായത് തലയും വാലും പോയിട്ട് അങ്ങോട്ട് ഇടിച്ചിട്ടാണ് അതിൻ്റെ തോല് പൊളിയണത്. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ പ്രത്യേകത അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും, അത്യാവശ്യം ലോഡ് എടുക്കും. അതായത് ഇതൊരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ കറങ്ങുകയും ചെയ്യും, അത്യാവശ്യം നല്ല ലോഡ് എടുക്കുകയും ചെയ്യും. ഓക്കെ, നമ്മളിതിൻ്റെ വയറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. പക്ക വർക്കിംഗ് ആണ്, നമ്മുടെ മോട്ടറൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. കണ്ടോ, കറങ്ങണ കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് പോലത്തെ ഒരു മെറ്റൽ പൈപ്പാണ്. അതായത് അത്യാവശ്യം വീതി കൂടിയ ഒരു മെറ്റൽ പൈപ്പാണിത്. കുറച്ച് പഴയതാണ്, നമ്മൾ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ പഴയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കണ്ടോ, ഇതൊരു ഹോൾഡറാണ്. അതായത് നമ്മുടെ ടിൻ, വെളുത്തുള്ളി അരച്ചിട്ടുള്ള ടിന്ന് നമുക്കിവിടെ ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് സിംപ്ലി ഇങ്ങനത്തെ നമ്മുടെ ഈ ടിന്ന് നമ്മൾ ഈ ഒരു പിരി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് കാരണം തിരിക്കുമ്പോൾ ടൈറ്റ് ആയി തുടങ്ങും. അങ്ങനെ നമ്മുടെ കുപ്പി ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കുപ്പി പിന്നെ അനങ്ങില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുള്ളത്. നമുക്ക് നേരെ തിരിച്ചും വെക്കാം. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നേരെ ഓപ്പോസിറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് ഈ കുപ്പി ഇവിടുന്ന് അനങ്ങില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ആട്ടിയാലും അനങ്ങില്ല. അത്രയും ടൈറ്റ് ആയിട്ടാണ് ആ കുപ്പി അവിടെ ഇരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ സെറ്റപ്പ് നിങ്ങൾ ഈ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ ഈ റോഡ് ഈ ഒരു ട്രാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, സുഖമായിട്ട് മൂവ് ചെയ്യും. ഇത്തിരി ഗ്രീസ് കൂടി അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് 2 ഗ്രഡ്ജ് പിൻസ് ആണ്. ഗ്രഡ്ജ് പിൻസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, പുറത്തേക്ക് പോകാനും പറ്റില്ല. ഓക്കെ, കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ലോക്കായ പോലെ മൂവ് ചെയ്യും. അടുത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ മോട്ടർ, അതായത് വാഷിംഗ് മെഷീൻ്റെ മോട്ടർ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മുടെ മെറ്റൽ പൈപ്പിൽ സെറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളവിടെ 3 ഹോൾസ് ഇട്ടിട്ടുണ്ട്. മോട്ടറിൻ്റെ ത്രെഡ് അനുസരിച്ചിട്ട് നമ്മൾ 3 ഹോൾസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മെറ്റൽ പൈപ്പിന്മേൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമുക്ക് കറക്റ്റ് ആ ഹോൾസ് വരുന്ന രീതിക്ക്, കണ്ടോ, 3 ഹോൾസും സെറ്റ് ആവുന്ന രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് 3 ഹോൾസിലും. നമ്മളപ്പോൾ ചെക്ക് ചെയ്യണം നമ്മുടെ മോട്ടറിന് കറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മോട്ടർ വെച്ച് ടൈറ്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 3 ഹോൾസിലും സ്ക്രൂ ഇട്ടു. അതൊക്കെ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ മോട്ടറിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ വാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊരു രീതിക്കോ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു ഹൈറ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വാഷ് ഇട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രീതിക്കുള്ള ആട്ടവും ഇല്ല. നമ്മൾ വാഷൊക്കെ ഇട്ടിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നല്ല വൈബ്രേഷൻ വരും നമ്മുടെ ഈ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ മോട്ടർ ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്ത് സ്ക്രൂ ലൂസ് ആകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ ഈ മോട്ടറിൻ്റെ ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ. അതായത് ഈ റൊട്ടേഷൻ നമുക്ക് നേരെ ലീനിയർ മോഷനാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മോട്ടർ ഇറങ്ങാൻ വട്ടനാണ്. ഈ വട്ടനുള്ള മോഷൻ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ നീളനുള്ള മോഷനാക്കി മാറ്റണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ക്രാങ്ക് സെറ്റപ്പാണ്. അതായത് ഇത് ജസ്റ്റ് നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഒരു സ്ക്രൂ വെച്ചോ അല്ലെങ്കിൽ ഒരു ബോൾട്ട് വെച്ചോ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതിലൊരു ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലെ ഷാഫ്റ്റ്, നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്ന ഷാഫ്റ്റ് ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടറിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ അവിടെ 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രാങ്കിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ 2 ഹോൾസിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഹോൾസിലേക്ക് അങ്ങോട്ടും മാറ്റണമെന്നൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ തൽക്കാലം ഈ ഷാഫ്റ്റിലേക്ക് നമ്മുടെ ഈ ഒരു ക്രാങ്ക് മെക്കാനിസം പിടിപ്പിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ഷാഫ്റ്റും അത് വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ത്രെഡിലൂടെ നമ്മൾ നമ്മുടെ ബോൾട്ട് ഇറക്കി ടൈറ്റ് ചെയ്യുമ്പോൾ
ആ ഒരു ഷാഫ്റ്റും അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷാഫ്റ്റും ഒരു വെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വെട്ട് നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഇറക്കി വെച്ചിട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്പാനറൊക്കെ വെച്ച് യൂസ് ചെയ്ത് കറക്റ്റ് ടൈറ്റ് ചെയ്യണം. കറങ്ങുന്നൊരു ഭാഗമായതുകൊണ്ട് ഒരിക്കലും ലൂസ് ആവരുത്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ ക്രാങ്ക് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വൈബ്രേഷൻ വരുന്ന പാർട്ടാണ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്പാനർ വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യാം. സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രാങ്ക് സിസ്റ്റം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കണക്റ്റിംഗ് റോഡാണ്. അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ്. നമ്മുടെ ഈ റൊട്ടേഷൻ മോഷനെ മാറ്റി ലീനിയർ മോഷൻ ആക്കണ ഒരു കണക്ടറാണിത്. അപ്പോൾ ഈ ഒരു കണക്ടർ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഹോളിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മറ്റ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഹോളാണ് ഇടുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് ഹോൾ ഇട്ടാലും സെക്കൻഡ് ഹോൾ ഇട്ടാലും വ്യത്യാസം, നീളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ടോ. ഈ ഒരു ഹോൾ ഇട്ടാൽ ഇത്രയും നീളം കിട്ടുള്ളൂ, കറങ്ങി വരുമ്പോൾ അത്രയും നീളം വരുള്ളൂ. മറിച്ച് നമ്മൾ തൊട്ടപ്പുറത്തെ ഹോൾ, അതായത് ഏറ്റവും ഇപ്പോൾ ഈ ഹോളിലുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാവും നീളം. ഇനി നമ്മൾ ഏറ്റവും ആ ഹോൾ ഇടുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ഹോളിലിട്ട് എത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അപ്പുറത്തെ ഹോൾ ഞാൻ വേറൊരു ഹോളിലൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളിൽ നമുക്ക് ടൈറ്റ് അഡ്ജസ്റ്റഡ് ആവുന്നില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഹോളിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ നട്ടും ബോൾട്ടും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രാങ്ക് ടൈറ്റ് ചെയ്യാണ് കണ്ടോ. ഇടയിൽ 2 വാഷൊക്കെ ഇട്ട് കൊടുത്ത് ഒരിക്കലും ഒരു സ്റ്റക്ക് ഉണ്ടാവാത്ത രീതിയിൽ സ്മൂത്ത് ആക്കിയിട്ട് നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഒരു കണക്ടറിൻ്റെ അറ്റം കണക്ട് ചെയ്യണം. അതായത് ഈ ഹോളിലേക്ക് നമ്മുടെ ഈ ഒരു ക്രാങ്കിൻ്റെ കണക്ടർ വെച്ചിട്ടുള്ള ഹോള് ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ കൂടെ നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതായത് ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് ടൈറ്റ് വരുന്നുണ്ട് അവിടെ, അതൊക്കെ നമ്മൾ വാഷിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം മെഷീൻ ഓൺ ആക്കാൻ. ഓക്കെ, ഇതാ കറക്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് നെറ്റ് ബോൾട്ടിട്ട് ആദ്യം കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പം ഇതാ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറ്റുള്ളൂ. കണ്ടോ, ഈ ഒരു കണക്ടർ ഇങ്ങനെയാണ് കണക്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെറ്റ് ബോൾട്ടിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു മോഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടത്. നമ്മൾ ആ കറങ്ങുന്ന മോഷനെ നേരെ മാറ്റി ലീനിയർ മോഷനാക്കി മാറ്റി. ഓക്കെ, ഇതാ നമ്മൾ കറണ്ട് കൊടുത്ത് നോക്കാണ്. ഭയങ്കര ഫോഴ്സിലാണ് കറങ്ങുന്നത്, നല്ല വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വയ്ക്കുന്ന വെളുത്തുള്ളിയുടെ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത്രയും ഫോഴ്സിലാണ് കറങ്ങുന്നത്. അതായത് വലിച്ചടിക്കുകയാണ്, 2 അറ്റം അങ്ങോട്ടും വലിച്ചടിക്കുകയാണ്. നമുക്ക് സൈഡിൽ കൂടെ നോക്കാം കണ്ടോ. അപ്പോൾ ഈ ഒരു മോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഈ ഒരു മോഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം സെറ്റപ്പുകൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ സംഗതി കിടലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ടൊന്ന് പരീക്ഷിക്കണം. ജസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ക്യാമറ ഒക്കെ നല്ല ഷേക്കിങ് വരുന്നുണ്ട്, അത്രയും പവറിലാണ് ഇത് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വെളുത്തുള്ളി പൊളിയാനാണ് സാധ്യത. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ മെഷീൻ്റെ ബേസിക് വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ആനിമേഷൻ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വെളുത്തുള്ളി ആ ടിന്നിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ 2 തലയും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അടിച്ചിട്ട് ആ വെളുത്തുള്ളിയുടെ തോല് പൊളിയുന്നു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ 2 വശം അവിടെ ഇവിടെയും പോയി ഇടിച്ചിട്ട് ആ തോല് പൊളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. ഇനി ഞാൻ അവിടെ ഒരു പ്ലാസ്റ്റിക് ടിൻ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ തോല് പൊളിച്ചിട്ടില്ല, ജസ്റ്റ് ആ അല്ലി ഒന്ന് പൊളിച്ചു എന്നുള്ളൂ. അല്ലിയായിട്ട് കിടക്കുന്നു, നമ്മൾ ഫുൾ തൊലി പൊളിച്ച് കളഞ്ഞിട്ടില്ല. നമുക്ക് ഞാൻ പ്ലാസ്റ്റിക് ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നന്നായി ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടിന്നെ ഇതിൻ്റെ ഇടയിൽ വെച്ച് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില്ലിൻ്റെ കുപ്പി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക, തെറിച്ച് പോരുത് കുപ്പി. ഓക്കെ ആണല്ലോ. കറക്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ മെഷീൻ ഓൺ ആക്കാം. ഞാൻ കറക്റ്റ് പൊസിഷൻ അനുസരിച്ച് വെക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് അവിടെ മെഷീൻ ഒന്ന് ഓൺ ആക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നിങ്ങൾക്ക് അവിടേക്ക് ഫോക്കസ് ചെയ്ത് തരാം. ഓക്കെ, നമ്മുടെ മെഷീൻ ഒന്ന് പിടിക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ നല്ല വൈബ്രേഷനാണ് വരുന്നത്. അതുകൊണ്ടൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല പവറിൽ തന്നെ ഓൺ ആവുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ഇത് വർക്ക് ചെയ്യണം. ഇപ്പോൾ 1 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ വൈബ്രേഷനോടെ പിടിച്ചൊന്നും ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെൽ കൊടുത്തിട്ടാണ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യാൻ നമ്മൾ ഏകദേശം 1 മിനിറ്റ് വേണ്ടി വരും. നമ്മുടെ വെളുത്തുള്ളിൽ നിന്ന് രൂപമാറ്റം കിട്ടി സംഭവിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കാണ് എത്ര സമയം എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ആദ്യം അടിച്ചു നോക്കാം എങ്ങനെ മാറ്റം വരുന്നുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല വൈബ്രേഷൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ അടിച്ചു തുടങ്ങിയിട്ട് 1 മിനിറ്റായി. 1 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഇൻ്റർവെൽ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പക്ഷേ ഈ ടിന്നെ നമ്മൾ ഇതുവരെ തുറന്നിട്ടില്ല, നിങ്ങളുടെ മുമ്പിലാണ് തുറക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് അടിച്ചതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പ്രത്യേകിച്ച് ഒരു അല്ലിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മറ്റേ ഒരു വെളുത്തുള്ളി നമുക്ക് നോക്കാം. കണ്ടോ, ഒരു തല പൊളിഞ്ഞിരിക്കണുണ്ടോ, അതായത് 2 സൈഡിലും ഒന്ന് അടിക്കണതാണ്. അപ്പോൾ 2 സൈഡിലും ഒന്ന് അടിക്കുമ്പോൾ ആദ്യം പൊളിഞ്ഞു തുടങ്ങാൻ വെളുത്തുള്ളികളുടെ തലയും വാലുമാണ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ശരിയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ തല പൊളിഞ്ഞിരിക്കുകയാണ്.
ഇതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു വെളുത്തുള്ളിക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വെളുത്തുള്ളിയുടെ തലയും വാലൊന്ന് പൊളിഞ്ഞ് കിട്ടിയെന്നുള്ളൂ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലിടുമ്പോൾ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേ പരീക്ഷണം നമ്മൾ ചില്ലുകുപ്പിയിൽ ഒന്ന് പരീക്ഷിച്ചോ. കാണാം, ഇതൊരു ചില്ലുകുപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക്കിനായിട്ടും കുറച്ചുകൂടി റിസൾട്ട് കാണാൻ സാധ്യതയുണ്ട്. കാരണം ചില്ലുകുപ്പിയുടെ എല്ലാ വശങ്ങളും ഹാർഡ് ആയതുകൊണ്ട് തന്നെ, റിജിഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെ തോലിൽ പൊളിയലിന് മാറ്റം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് തന്നെ നമ്മൾ ചില്ലുകുപ്പിലും ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില്ലുകുപ്പിയിൽ എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കാം. ഞാൻ ഈ ചില്ലുകുപ്പിയിൽ അറ്റത്തൊരു തുണി വെച്ച് ജാം ചെയ്തിട്ടുണ്ട്. കാരണം ചില്ലുകുപ്പി പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ട് നോക്കാം ചില്ലുകുപ്പിൽ ഇട്ടിട്ടുള്ള വല്ല മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ നല്ല മാറ്റം കാണാനുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല മാറ്റം കാണാനുണ്ട്. അത്യാവശ്യം തോലൊക്കെ പൊളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഓരോരോ വെളുത്തുള്ളി എടുത്തൊന്ന് ഒന്ന് ശരിക്കും നീ വിലയിരുത്തി നോക്കാം. കണ്ടോ, ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചതവും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പൊളിഞ്ഞിട്ടുണ്ട്. ഏതിൻ്റെ നല്ല രീതിക്ക് തന്നെ തൊലി പൊളിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ കണ്ടോ, ഈ ഒരു വെളുത്തുള്ളി നമുക്ക് നോക്കിയാൽ കാണാം ജസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. നീളനായതുകൊണ്ട് നന്നായി പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെളുത്തുള്ളിക്ക് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ കൊണ്ട് ചതഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. വേറൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം ഈ ഷേപ്പിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വെളുത്തുള്ളിക്കൊന്നും പറ്റാവുന്നത്. കാരണം നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ഷേപ്പുള്ള വെളുത്തുള്ളിയിലായിട്ടും ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് അടുത്ത വെളുത്തുള്ളി കണ്ടാവും. ഈ ഒരു വെളുത്തുള്ളി നല്ല ക്ലീൻ ആയിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. അത് ചതഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് പൊളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഒരു വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ഉള്ളത് നീറ്റായിട്ട് തന്നെ പൊളിഞ്ഞു വന്നിട്ടുണ്ട്. തല ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ, ചതഞ്ഞിട്ടുമുണ്ട്. ആ ഒരു മാറ്റമാണ് അതിന് വന്നിട്ടുള്ളത്. വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ തോല് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ചെറുത്. അപ്പോൾ സൈസ് കുറയുമ്പോൾ പൊളിയാൻ പാടുണ്ട്. ഇത് തീരെ അനങ്ങിയിട്ടില്ല സൈസ് കുറഞ്ഞത്. പിന്നെ ഉള്ളത് ഇത് ഒരെണ്ണമാണ്. ഇത് പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊളിഞ്ഞു തന്നെ പറയാൻ പറ്റില്ല. കാരണം ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് ആ ഒരു തൊലി മാറി കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊളിക്കേണ്ടി വന്നു. ഓക്കെ, എന്നാലും നല്ലൊരു രീതിക്കുള്ള നല്ലൊരു പരീക്ഷണമായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വെളുത്തുള്ളിയുടെ തോല് പൊളിക്കുന്ന പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കിടിലൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.